എസി ബേബി നേരം വെളുത്തടോ. താൻ നോക്കിയിരിക്കണ്ടായിരുന്ന തന്റെ ബർത്ത്ഡേ വന്നടോ. എസിയ ഹാപ്പി ബർത്ത്ഡേ. എസിയ എനിക്കണോ? എനിക്ക് അഭിനയിച്ച് കിടക്കുക. അച്ഛേ അച്ഛേ തുറക്ക. അച്ഛേ എസിയുടെ ബർത്ത്ഡേ ആണോ? എനിക്കടോ എസിയുടെ ഗിഫ്റ്റ് ഒക്കെ എടുക്കണ്ടോ നമുക്ക്? എസിക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ആണോ? എനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഞോഞ്ഞി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അച്ഛൻ ഞങ്ങൾ എനിക്കാണ്. ഞോഞ്ഞിയാണെങ്കിൽ ഇന്ന് രാവിലെ നേരത്തെ എനിക്ക് വന്ന് എസിക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. ഓഹോ ഓഹോ ഞങ്ങള് പോവാണ് അച്ഛേ. ബർത്ത്ഡേക്ക് നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേടാ. എസിക്ക് ഈസ് എടുക്കടാ. ഞോഞ്ഞി എസിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എസിയ കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. ഇതാണ് ഞോഞ്ഞിയുടെ സ്പെഷ്യൽ ബർത്ത്ഡേ കേക്ക് എസിക്ക് വേണ്ടിയിട്ട്. കണ്ടില്ലേ? ഇതെങ്ങനെയാ കട്ട് ചെയ്യാ? അല്ല കേക്ക് എങ്ങനെയാ ഉണ്ടാക്കുക? ഇവിടെ പിടിച്ചിട്ട് ഈ നമ്പേഴ്സിനെ അവിടെ പിടിച്ചിട്ട് സ്ക്രാച്ച് എവിടെ ഉണ്ടാക്കിയ എസിയ ഉണ്ടാക്കിയ എസിയ? ഹാപ്പി ബർത്ത്ഡേ എസി, ഹാപ്പി ബർത്ത്ഡേ എസി, ഹാപ്പി ബർത്ത്ഡേ ഡിയർ എസി ബേബി. സൂപ്പർ കേക്ക്. ഗുഡ് കേക്ക് ആണ് എസി. എസി ഉറക്കത്തിന് മിനിറ്റ് എന്ന് പറഞ്ഞ എസിക്ക് ഒരു വികാരം ഇല്ലാതെ ഇരിപ്പാ. ഗിഫ്റ്റ് റെഡി കൊടുക്കോ. ഗുഡ്. എന്താ നോക്കണ്ട എസിയ? എസിക്ക് നമ്മളൊരു ഷൂ ആണ് ആദ്യം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി കൊടുത്തിരിക്കുന്നത്. ഹാപ്പി ഹാപ്പി. ഈ വരുന്നതാണ് എസിയുടെ ബർത്ത്ഡേ ഡ്രസ്. വാവ്, ഇതിനെന്താ പറയാ? ജംപ് സൂട്ട്. ഇഷ്ടായ എസിയ? ഇനിയുണ്ട്. ഇനി അച്ചുവിന്റെയും ഞോഞ്ഞിയുടെയും മക എന്താണ്? ഹെയർ ബോ. ഹെയർ ബോ ഹെയർ ബാൻഡാ? ഹെയർ ബോ. ചോക്ലേറ്റ്. വളയും ബ്രേസ്ലെറ്റും കൂടി മിക്സ്. പിന്നെ അതെന്താ? കൈച്ചേനോ? ബ്രേസ്ലെറ്റ്. ഇതെന്താ? കീച്ചേനോ? അമ്മ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവല്ലോ ഞോഞ്ഞി. എന്താ എഴുതിയിരിക്കണ? ഈന്ന് എഴുതിയിട്ടുണ്ടോ അതിന്റെ മുകളില്? പിന്നെന്താ? അത് ഞോഞ്ഞി ഉണ്ടാക്കിയതാ? ഓഹോ, ഇതെന്താ കഴിച്ചൻ? നോട്ടെ, എന്റെ മുകളിൽ എന്തെങ്കിലും എഴുതിണ്ടാവും. നോക്കട്ടെ ഞാൻ. ഇതാ എഴുതിയിരിക്കുന്നു, എസ്തർ. മോതിരം. അതും ഈ മോതിരം. ഒന്ന് ചിരിക്കണേ. നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? ഇന്ന് ജൂൺ 22. ഇന്നാണ് നമ്മുടെ എസി ബേബിയുടെ എസ്തച്ചന്റെ 7th ബർത്ത്ഡേ കേട്ടോ. രാവിലത്തെ ചെറിയൊരു കലാപരിപാടികളും കോലാഹലങ്ങളും ഒക്കെയാണ് നിങ്ങളിപ്പോ കണ്ടത്. എസിക്ക് നമ്മളിന്ന് പിറന്നാളായിട്ട് കാര്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റോ സംഭവങ്ങളോ ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല. സർപ്രൈസുകളോ ഒന്നുമില്ല. രാവിലെ അവൾക്കുള്ള ബർത്ത്ഡേ ഡ്രസ്സ് കൊടുത്തു. അത് കഴിഞ്ഞ് അവൾക്കുള്ള ബർത്ത്ഡേ ഷൂ കൊടുത്തു. ഇന്നത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എസിയോട് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഫുൾ ഡേ എസിക്ക് ഷെഡ്യൂൾ ചെയ്യാനാണ്. അതായത് ഇന്ന് നമ്മളിപ്പോ പുറത്തു പോകും. എസിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, എന്തു വേണമെങ്കിൽ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത് എസിയുടെ ഒരു ദിവസമാണ് കേട്ടോ. തുടങ്ങാം. അപ്പൊ ഇതാണ് ഇന്നത്തെ എസിയുടെ അറ്റയർ. നമ്മള് പുതിയ വാങ്ങിക്കൊടുത്ത എന്താ പറയാ, ഇതിനെന്താ, ജംപ് സൂട്ടും ഷൂ ആണ്. പിന്നെ അത്യാവശ്യം അലങ്കാരപ്പണികളൊക്കെ ഉണ്ട് തലയിലും കയ്യിലൊക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ എസിയുടെ ബർത്ത്ഡേ അറ്റയർ. ഓൾ സെറ്റ്? എന്താണ് പരിപാടി? താൻ എല്ലാ പരിപാടിയും ചാർട്ട് ചെയ്തോ? എല്ലാം റെഡിയാ? എന്നാ ഇറങ്ങാം നമുക്ക്. ഓരോന്നായിട്ട് തുടങ്ങാം. റെഡി? വാ. ഇതാ അവിടെ ഞോഞ്ഞ് റെഡിയായി കിടക്കുന്നുണ്ട്. ഇതാ നമ്മുടെ അച്ചു റെഡി ആയിരിക്കുന്നു. അപ്പൊ സമയം 10:40. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾക്ക് എസിയോട് ചോദിച്ചു നോക്കാം ആദ്യം എവിടേക്കാ പോകേണ്ടത്. എസി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല.
അപ്പൊ എന്താ പരിപാടി? രാവിലെ എവിടെ പോകേണ്ടത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? മെക്ഡൊണാൾഡ്സിലോ? അവിടെ പോയാൽ മതിയോ? ഓക്കെ, എന്നാൽ ആദ്യം മെക്ഡൊണാൾഡ്സ് പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഓക്കെ. അങ്ങനെ നമ്മൾ എസിയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ മെക്ഡൊണാൾഡ്സിൽ എത്തിയിരിക്കട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ പറഞ്ഞു. എസി മെയിനായിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല അങ്ങോട്ട് വന്നിരിക്കണേ. ഈ മെക്ഡൊണാൾഡ്സിന്റെ ഹാപ്പി മീൽസിന്റെ കൂടെ ഒരു ടോയ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ആ, അത് അച്ഛന് എന്താ കിട്ടിയത്? അച്ഛന് ബ്ലാക്ക് കാർ കിട്ടി. എനിക്ക് എന്താ കിട്ടി? ആ, ബ്രിക്ക് പോലത്തെ ആണോ? ഓക്കെ, ഈ ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത്. ഞാൻ ബർഗർ കഴിച്ചോളോ. എല്ലാവരും ഫുള്ളായിട്ട് എസി അച്ചു ഫുള്ളായി ഭക്ഷണം കഴിക്കണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാ എല്ലാവരും ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. അതും കഴിച്ച് കഴിഞ്ഞാൽ എന്താ നെക്സ്റ്റ് പരിപാടി? മാജിക് പ്ലാനറ്റിലേക്കോ? ഗെയിംസ് കളിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അതെ, നമ്മൾ അടുത്തത് അപ്പൊ തിന്നത് തേപ്പിക്കണല്ലേ? മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പിള്ളേരുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. അപ്പൊ ഇനി അവിടെ പോയിട്ട് കാണാം. ഗെയിംസ് കളിക്കാൻ എത്തിയില്ല, അതിനു മുന്നേ ഇവർക്ക് കുറച്ച് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു എസിക്ക്. അപ്പൊ അതാ നമ്മൾ ഇതെന്താ സാധനം വാങ്ങിയത്? കൊറേ ലെഗോ അല്ലാതെ ഇതിനെന്താ പറയാ, മിനിസോന്ന് കുറച്ച് ബ്ലോക്സ് വാങ്ങി. ലെഗോ ഒരു ബ്രാൻഡാ അത്. യോനിക്കും എസിക്കും അച്ഛനും എന്താ വാങ്ങി വെച്ച ഗെയിമോ? ഓക്കെ, ഇത് മതിയോ? ഓക്കെ, ഞാൻ ഓക്കെ എന്നാ എടുത്തോളോ. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോവാ. നീ നടക്കോ? എന്താ ഞോനിക്ക് മതിയായില്ലേ? വേറെ എന്തും നോട്ടണ്ട? ഓക്കെ, ഓക്കെ, ബാ. അത് കഴിഞ്ഞില്ലേ? ഹാപ്പി? സോ വാട്ട് ഈസ് നെക്സ്റ്റ്? മാജിക് പ്ലാനറ്റ്. ഈ മാജിക് പ്ലാനറ്റിന്റെ ഉള്ളിൽ ഇരുന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്കരമായിട്ടുള്ള പരിപാടി കേട്ടോ. നിറച്ച് സൗണ്ടും കോലാഹലങ്ങളുമാണ്. പിള്ളേരെന്തായാലും ഓരോന്നിൽ കയറി ഇതാ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 മണിക്കൂർ അംഗത്തിന് ശേഷം നമ്മള് എന്ത് പ്ലാനറ്റ് അതിന്റെ പേര്? മാജിക് പ്ലാനറ്റ് എന്ന് ഇറങ്ങിട്ടോ. എസി എന്താ അടുത്ത പരിപാടി? ഭക്ഷണം കഴിക്കണോ? വിശക്കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു മാജിക് പ്ലാനറ്റ്? നല്ലായിരുന്നു. അച്ഛേ മാജിക് പ്ലാനറ്റ് ഗുഡായിരുന്നു? ഗുഡായിരുന്നു.
ആ അച്ഛൻ കാർ എങ്ങനെ റിയൽ ആയിട്ട് ഓടിക്കുന്ന പഠിച്ചോ? നീ കൊറേ ടിക്കറ്റ് ഇന്നത്തെ ഫുള്ള് കാർ ഓടിക്കലായിരുന്നു. ആ ഫുള്ള് ടിക്കറ്റ്. എന്നിട്ട് ടിക്കറ്റ് എന്താ ചെയ്ത്? ടിക്കറ്റ് കൊണ്ട് ബബിൾസോ? ആ അതെവിടെ? ആ ബബിൾസ് കിട്ടിയില്ല നമുക്ക്. പോയിന്റ് ആണോ? എന്നിട്ട് ബബിൾസ് എവിടെ? ഓ ദാച്ചുന്റെ ബബിൾസ്. ആ പിന്നെ കുറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയില്ലേ? ഗിഫ്റ്റ് എവിടെ? എസിയുടെ ഹാർട്ട് എവിടെ? ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതല്ലേ? തകർത്തില്ലേ? ഹാപ്പി? അപ്പൊ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണം കഴിക്കണോടത്ത് ഇരുന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നെക്സ്റ്റ് പ്രോഗ്രാം എന്താന്ന്. ഓക്കെ, എവിടെ കയറണം? പോളിൽ കയറണോ? എന്നാ നടന്നോളാം, പോളിൽ കയറാം നമുക്ക്. നമ്മൾ പോളിൽ വന്ന് കയറി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ഭക്ഷണം പറഞ്ഞയാൾ മുമ്പ് സെൽഫി എടുത്ത് കളിക്കണതിൻ്റെ ബഹളാട്ടായി കാണുന്നത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. കണ്ണ് കാണാൻ വയ്യേ? പോള അത്യാവശ്യം കത്തിയാണെങ്കിലും നല്ല അടിപൊളി ഫുഡ് കിട്ടും കേട്ടോ അവിടെ. ഇവരുടെ ഈ സ്റ്റാർട്ടറായിട്ട് എന്ന് പറഞ്ഞത് കോംപ്ലിമെൻ്ററി ആണ്. ഈ കോംപ്ലിമെൻ്ററി കൊണ്ട് നോക്കിയാൽ ബ്രെഡിന് തന്നെ അടിപൊളി രുചിയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ അത്യാവശ്യം കഴുത്തറപ്പാണ്. അത്യാവശ്യമല്ല, നല്ല രീതിയിലുള്ള കഴുത്തറപ്പാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവയ്ക്കാലോ. ഇത് ഈ കൊണ്ടുവച്ചത് ബ്രെഡും പിന്നെ ഈ ഒലീവ്സ് അരച്ചതും. ഇത് ബട്ടറല്ലേ? ബട്ടർ കേട്ടാ. ഇതിന് തന്നെ അടിപൊളി രുചിയാണ്. ഈ സംഭവം കണ്ടോ? ഇതുവരുടെ പരമ്പരാഗത ഓണിയൻ സൂപ്പാണ്. കണ്ടോ? ഇത് ബ്രെഡിൻ്റെ ഉള്ളിലാട്ടോ. ഇത് ബ്രെഡാണ്, നമുക്ക് കഴിക്കാം. കണ്ടോ? ബ്രെഡാണ് സംഭവം. അതിൻ്റെ ഉള്ളിലാണ് ഈ സൂപ്പ്. ഓണിയൻ സൂപ്പാണ്. മുകളിൽ ബട്ടറൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ? നല്ല തിക്ക് അടിപൊളി സൂപ്പാട്ടോ. ഇതിൻ്റെ രുചി നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല അടിപൊളി. കണ്ടോ? ഇത് ബട്ടർ ചീസ് എന്താണെന്നറിയില്ല. കുറച്ചുകൂടെ എടുത്തു. തകർത്തുട്ടോ, അടിപൊളിയാണ്. എങ്ങനെയുണ്ട് റസിയ ഓണിയൻ സൂപ്പ്? ആദ്യം ഒന്ന് വായിൽ വെക്കും, എന്നിട്ട് നല്ലതാണല്ലേ എന്ന് പറയാ. കിട്ടാ. പിന്നെതാ നമ്മളിവിടെ ഒരു പാസ്ത പറഞ്ഞു. നല്ല അടിപൊളി ഒരു പാസ്ത ഉണ്ട്. പിന്നെ അത് അവിടെ ഒരു ചിക്കൻ ബർഗറും കൂടി ഉണ്ട് കേട്ടോ. ഇതിന് രണ്ടിന് എന്തൊക്കെയോ പേരുകളുണ്ട്. രണ്ടും വായ കൊള്ളാത്ത പേരാണ്, അത് കാരണം പറയണില്ല. ഞോനിക്ക് പാസ്ത ആണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ടോ പാസ്ത? ഗുഡ്. ഫുൾ തീർക്കോ? ഇവിടുത്തെ ബർഗർ ആണെങ്കിലും അതെ വെടിക്കെട്ട് ബർഗറാട്ടോ. കണ്ടില്ലേ? മൾട്ടിഗ്രെയിൻ ബ്രെഡ്. ബർഗറിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ? അടിപൊളിയാണ്. ദാച്ചുമാണ് ബർഗറിൻ്റെ രുചി നോക്കണത്. എങ്ങനെയുണ്ട്? വായലൊന്നും എത്തിയില്ലല്ലോ അങ്ങനെ കാണിക്കാൻ. ഗുഡാത്തേ. നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തപ്പം സംഭവം തികയില്ല എന്ന് വിചാരിച്ചാട്ടാ. ഇതുണ്ടോ? ഇപ്പം ഭക്ഷണം ബാക്കിയാണ്. കണ്ടില്ലേ? ബർഗർ വരെ ബാക്കിയാ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എങ്ങനെയുണ്ടായിരുന്ന? ഓണിയൻ സൂപ്പോ? ഗിർനായിരുന്നു. എന്താ അടുത്ത പരിപാടി? എവിടെ? അപ്പൊ ഇതാണ് കേട്ടോ അടുത്തത്. എസി പറഞ്ഞ VR സോൺ വെർച്വൽ റിയാലിറ്റി ഗെയിംസുകൾ കംപ്ലീറ്റ്. എസിയ എക്സൈറ്റഡ്? നിക്കടോ എസി. എക്സൈറ്റഡ് ടു ഗോ ഇൻസൈഡ്? ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ വെർച്വൽ റിയാലിറ്റി ഗെയിംസ് ആട്ടോ. കണ്ടില്ലേ? ഞോഞ്ഞൊരു ഫ്ലൈറ്റ് പോലത്തെ എന്തോ ഒരു സംഭവത്തില്, ഫ്ലൈറ്റോ സ്പേസ് ഷിപ്പോ ഒരു സംഭവത്തിൽ കയറിയിരിക്കുന്നുണ്ട്. മുഴുവനവളുടെ കണ്ണിലാണല്ലോ കൺട്രോളല്ല, കാഴ്ചകൾ മുഴുവൻ വരുന്നത്. കണ്ടില്ലേ? സംഭവം അടിപൊളിയാട്ടാ. ഞോഞ്ഞ് കമന്നും ചെരിഞ്ഞും മലർന്നും കവന്നൊക്കെ പോകണ്ടേട്ടാ. ഇറങ്ങിക്കഴിഞ്ഞ് വന്ന് ചോദിക്കാം എന്താ ഗെയിം എന്നുള്ളത്. സംഭവം അടിപൊളിയാന്ന് തോന്നുന്നുട്ടാ. ഇതിൻ്റെ ഉള്ള ബഹളം കാരണം ഒന്നും കേൾക്കാനൊന്നുമില്ല. ഞോഞ്ഞോട് ചോദിച്ചു നോക്കാം എന്തായിരുന്നു ഗെയിം എന്ന്. എന്തായിരുന്നു ഗെയിം? എന്തിനായിരുന്നു? റോളർ കോസ്റ്റർ ആയിരുന്നോ? തകർപ്പായിരുന്നു. എസീനത് അവിടെ ഒരു കാർ റേസിന് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടാ. എസി ഇതാ പെടച്ച് പോയിക്കൊണ്ടിരിക്കണോ.
എസിയാ നോക്കി പോണേ. എസി നല്ല പെട്ടേട്ടാ. സംഭവം രസാട്ടാ അതിന്റെ ഉള്ളിൽ കയറിയ. അടുത്ത ഞോഞ്ഞി എസിയും കൂടി ഇട്ടിട്ട് ഒരു ഭീകരൻ ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ സംഭവത്തിൽ കയറിയണ്ടേട്ടാ. കണ്ടില്ലേ, രണ്ടാളും തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടേ? കണ്ടില്ലേ, ആ ഗെയിം നമുക്ക് ഈ ഗെയിമാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാം. ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. ഡൈനോസറിന്റെ എന്തോ സംഭവമാണത്. ഡൈനോസറിനെ കൊല്ലണു, ആക്രമിക്കണു. അത് കണ്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഒന്നുകൂടി ഇത് വേണ്ട. നല്ലായിരുന്നു ഇത്. അച്ഛൻ അവിടെ ഒരു മൂലക്കിലിരുന്ന് തകർത്തോണ്ടിരിക്കണ്ടേട്ടാ. കണ്ടില്ലേ? അടുത്തതാ നമ്മൾ ഈ സാധനത്തിലാട്ടെ കയറി. ഇതൊരു ഹൊറർ മൂവിയാണ്. എസി ധൈര്യം കാരണം കാലൊക്കെ മടക്കി വെച്ചിട്ടാണ് ഇരിക്കണത്. ഞോഞ്ഞ് പിന്നെ ഫുൾ ധൈര്യത്തിലിരിക്കണുണ്ട് ഇവിടെ. ആ, ഞോനിക്ക് ഹൊറർ ഭയങ്കര ഇഷ്ടമാണ്, അതാണ്. കണ്ടില്ലേ? എസിയാ എങ്ങനെയുണ്ടോ? എസിയുടെ ഒരു അനക്കല്ലേ. എസി ബോധം പോയിട്ടായിരിക്കണെന്ന് തോന്നുന്നുട്ടാ. എസി എങ്ങനെയുണ്ടായിരുന്നു? പേടിച്ചാ? പേടിച്ചോ? എൻജോയ്. ഞാനും കേറാൻ തീരുമാനിച്ചു കേട്ടോ. ഞാൻ പുട്ട് ദ ഗ്ലാസ്. നോ, എന്താ റോളർ കോസ്റ്റർ ആണെങ്കിലും പേടി തന്നെയാണ്. ഒരു രക്ഷയില്ല. ദൈവമേ, പേടി തന്നെ. നല്ല ക്ലാരിറ്റിയിൽ കാണാണ്ട്. ആ, അടുത്തത് എസ് ചെയ്ത ഒരു കാർ റേസിന് പോകണ്ടേട്ടാ. പെട്ടച്ച് വിടണ്ട എസ്. പക്ഷെ ആ കാറ് റോഡിലൊന്നും അല്ലാന്ന് മാത്രം. കാറ് പറമ്പിലോ കാട്ടിലൊക്കെയാണ്. തകർത്ത് വിടറോ. നേരെ നോക്കി ഓടിക്കേ. ഞോഞ്ഞിതൊരു ഇടിമുറിയിൽ കയറിയില്ലേട്ടാ. ഇവിടെ എന്തോ ഒരു ഗെയിമാണ്. ഇത് നല്ല മ്യൂസിക്കും എഫക്റ്റ് ഒക്കെ വെച്ച് എന്താ സംഭവം എന്നറിയില്ല. ഒരു ഷൂട്ടിംഗ് ഗെയിമാണ്. ഇത് കണ്ടില്ലേ? ഇതാണ് ഗെയിം. ഞോഞ്ഞിതവിടെ ഫുൾ സെറ്റായി കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആക്ഷൻ ഗെയിമാട്ടോ. ഫുൾ അടി ഇടി വെടി ഇതന്നെ ഇതാട്ട ഗെയിം. അതനുസരിച്ച് ഞോഞ്ഞി അവിടെ കിടന്ന് ഷൂട്ട് ചെയ്യാണ്. ഇതാണ്ടാ ഞോഞ്ഞി ലോഡ് കണക്കിനായിട്ട് ആൾക്കാർ ശവങ്ങൾ കൊന്നു തള്ളണ്. ലോഡ് കണക്കിനാണ്. കണ്ടില്ലേ? തിരിഞ്ഞും മറഞ്ഞും കിടന്നിട്ടൊക്കെയാണ് ഷൂട്ടിങ്. എങ്ങനെ ഉണ്ടായിരുന്നു? കൂട്ടായിരുന്നു? എന്തായി താൻ പിന്നായോ? ആയാ? ആർക്കറിയ. ഓക്കെ ഓക്കെ ഓക്കെ. എസി ഇത് അവിടെ അടുത്ത ഗെയിം പരീക്ഷിക്കണ്ട കേട്ടോ. ഇത് പിള്ളേർക്കുള്ളൊരു റോളർ കോസ്റ്റർ പോലത്തെ റൈഡാണ്. കണ്ടില്ലേ? ഇതാണ് ഗെയിം. ഫാന്റസി റോളർ കോസ്റ്റർ ആണ്. അപ്പൊ എസി ഇതാ സൂയിച്ച് രസിച്ച് പോണു. എസിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? അതെന്താ? അപ്പൊ താൻ കിഡല്ലേ? ഇത് കിഡ്സിനുള്ള ഗെയിം ആയിരുന്നു. അല്ല, എന്താ ഷോ ആയിരുന്നു എന്നാണ് എസി പറയുന്നത്. എസിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇറങ്ങിക്കോളോ. എസിക്ക് ഹൊററാ ഇഷ്ടം? ഓക്കെ ബാ, ഇറങ്ങ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതാ പുറത്തിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛേ? എൻജോയ് എസി? ഞോഞ്ഞി ഗുഡ് ആയിരുന്നു? ബർത്ത്ഡേ ഗേൾ എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ്?
ഇങ്ങോട്ട് നോക്കേ, തനിക്ക് എന്തൊരു ഹാപ്പി അല്ലാത്ത എന്തൊരു ഹാപ്പി അല്ലാത്തൊരു സാഡ് പോലെ ഇറങ്ങിയതിന്റെ വിഷമാണോ? പിന്നെന്താ? ഇങ്ങോട്ട് നോക്കടോ, പോവാന്ന്. ഓക്കെ. എസിയുടെ ഷോപ്പിംഗ് അവസാനിച്ചിട്ടില്ല കേട്ടാ. എസി സൗന്ദര്യ വർദ്ധക വസ്തുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്താ നോക്കണേ? എസിക്ക് എന്ത് വാങ്ങണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടക്കുകയാണ്. എസിയുടെ ആവശ്യപ്രകാരമാണ് നമ്മളിവിടെ കയറിയിരിക്കുന്നത്. എന്തായാലും നോക്ക എസി എന്തെടുക്കുന്നു. എന്താ കീക്കോല് കയറിയിട്ട് ഐലൈനർ പരീക്ഷിച്ചുകൊണ്ടിരിക്കട്ടാ. ഞോഞ്ഞാണോ പരീക്ഷണ വസ്തു? നോക്കട്ടെ, ഇത് ഏത് കളറ്? നോക്കട്ടെ നോക്കട്ടെ. സി നോക്കട്ടെ സി. കണ്ണടക്കിയാണ്ട് അല്ല. അതാ ഗുഡ്. എസിതാ അവിടെ നിന്നൊരു നെയിൽ പോളിഷും ഒരു ലിപ്സ്റ്റിക്കും ഒക്കെ സംഘടിപ്പിച്ചതാ പുറത്തിറങ്ങിട്ടാ. ഹാപ്പി. പോവാം. നമ്മള് എസീനായിട്ട് സ്വാച്ചിലേക്ക് വന്നാട്ടാ. എസിക്ക് ഒരു വാച്ച് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. എസി ഇതാ വാച്ച് സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്തായി? നോക്കിക്കോളോ വേഗം, സമയം രാത്രി 7 മണിയായി. അങ്ങനെ എസി അവസാനം ഒരു വാച്ച് സെലക്ട് ചെയ്തു കേട്ടാ. ഈ വാച്ചാണ് സെലക്ട് ചെയ്തത്, പർപ്പിൾ വാച്ച്. ഇഷ്ടായോ? വെരി ഗുഡ്. ഇത് എടുക്കാന്നാ ഫൈനൽ? ഓക്കെ, എന്നാ ആൻറ്റിക്ക് കൊടുത്തോളൂ. തന്റെ വാച്ച് കിട്ടിയോ? ഹാപ്പി? ലെറ്റ്സ് ഗോ. വാ ഇറങ്ങിക്കോളോ. ഇപ്പൊ തന്നെ കെട്ടിയിട്ടാ പോണ? ഓക്കെ. അങ്ങനെ നമ്മളിതാ എസിയുടെ ബർത്ത്ഡേ വാച്ച് ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. ഹാപ്പി? ലെറ്റ്സ് ഗോ. അങ്ങനെ എസിയുടെ പരിപാടികൾ ഓരോന്നായി അവസാനിച്ചുകൊണ്ടിരിക്കുകട്ടോ. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, നമ്മുടെ ഗെയിമും പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സമയം 8 മണിയായി. ഇനിയാണ് എസിയുടെ കലാശക്കൊട്ട്. നോക്കടാ അങ്ങട്. എസിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ഇതുവരെ കേക്ക് മുറിച്ചിട്ടില്ല. അപ്പോൾ എന്താ എസിയുടെ കേക്ക് മുറിക്കണം, രാത്രിയിലത്തെ ഡിന്നർ കഴിക്കണം. അതിനുവേണ്ടി വന്നിരിക്കുകയാണ് നമ്മള്. അപ്പോൾ ആ വിശേഷങ്ങളും കൂടിയും കാണാം. എസിയുടെ കേക്ക് അതാ മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. എസി ബേബി ഹാപ്പി? വരുന്നു. താങ്ക് യു. അതാ എസിയുടെ ബർത്ത്ഡേ കേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതാട്ടാ നമ്മുടെ എസിയുടെ കേക്ക്. ഇതിന്റെ മുകളിൽ എഴുതിയുണ്ട് ഹാപ്പി ബർത്ത്ഡേ എസ്തർ 7 എഴുതി വെച്ചിട്ടുണ്ട്. തകർപ്പൻ കേക്കല്ലേ? പേരാരെ കട്ട് ചെയ്തുകൊണ്ടുപോയി താഴ്ത്തുണ്ടായ ചോക്ലേറ്റ് പേര് മാത്രം? ഓക്കെ, താനൊന്നും കൊണ്ടുപോയില്ല. ഗുഡ് കേക്കാ? ഫുൾ ചോക്ലേറ്റ്. അപ്പം നമുക്ക് ഇന്ന് ഫുള്ളായിട്ട് ബ്രെഡ് കോംപ്ലിമെൻ്ററി ആയി കിട്ടുന്നുണ്ട്. അവിടെ കുറച്ച് ബണ്ണും ബട്ടറൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞ ചിക്കൻ ബ്രസ്റ്റാണ് കേട്ടോ. ഇതിലെന്താ ഉള്ളത് സത്യം പറഞ്ഞാൽ? ആ കൂടി 2 പീസ് ചിക്കൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ എന്തോ ഒരു സോസ് ഉണ്ട്. ഇതാണ് സംഭവം.
പിന്നെ അതാ നമുക്കിവിടെ ഒരു മിക്സ് ഗ്രില്ലും ഉണ്ട് കേട്ടോ. ഇതിലാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കാണാണ്ട്, കുറച്ച് മട്ടൺ ചോപ്സും പിന്നെ ചിക്കൻ കബാബും മട്ടൺ ടിക്കയൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് കുബൂസും സാലഡൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ എസിയുടെ ഇന്നത്തെ ഡിന്നർ. എസിയ ഹാപ്പിയാണോ താൻ? ആ പിന്നെ കുറച്ച് റൈസും ഉണ്ട് കേട്ടോ, ഒരു ബോൾ റൈസും ഉണ്ട്. അച്ചു മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ, ഒരു സാധനം കഴിക്കാതിരിക്കുക. രാവിലെ തൊട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല. ഇന്ന തല്ലാനൊന്നും വരണ്ട, കേട്ടില്ലേ? അങ്ങനെ നമ്മുടെ ഭക്ഷണവും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസവും അവസാനിക്കുകയാണ്. എസ്തർല ബേബി, എങ്ങനെ ഉണ്ടായിരുന്നടാ തന്റെ ഡേ ഇന്നത്തെ? എൻജോയ് ചെയ്തോ താൻ? നമ്മള് രാവിലെ 10:30 മണിക്ക് ഇറങ്ങിയതാട്ടാ വീട്ടിൽ നിന്ന്. ഇപ്പൊ സമയം എത്രയായി? 9:30. 9:30 മണിയായി രാത്രി. 9:10. ഓ എസിയുടെ പുതിയ വാച്ച്. ഇതുവരെ നമ്മള് വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഭക്ഷണവും പരിപാടികളൊക്കെ കഴിഞ്ഞു. തനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടമായത് എന്താ? ഇവിടെ നോക്കി പറയേ. ആദ്യം മിനിസോല് പോയി സാധനം മേടിച്ചു, വാച്ചോ? പിന്നെ വിയർ സോണോ? അതാണോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അപ്പൊ തന്റെ ഡേ ഗുഡ് ആയിരുന്നു ഇന്നത്തെ? ഹാപ്പി, വെരി ഹാപ്പി. ഓക്കെ, അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.